സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കുമെന്നുള്ള വിവരമാണ് വീണ്ടും പുറത്തു വരുന്നത്. എല്ലാ ജില്ലകളിലും എല്ലാ അലേർട്ടാണ്. 12 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് അവധി. കനത്ത മഴയിൽ കോട്ടയത്തെ പടിഞ്ഞാറൻ മേഖലകളിലെ വീടുകളും റോഡുകളും എല്ലാം വെള്ളത്തിലായി. ഇടുക്കിയിൽ ഇടവിട്ടുള്ള ശക്തമായ മഴയിൽ പലയിടങ്ങളിലും മണ്ണിടിഞ്ഞതായി റിപ്പോർട്ടുണ്ട്. കട്ടപ്പന കുമളി സംസ്ഥാന പാതയിലടക്കം ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനി, കോഴിക്കോട് നിന്നും രമ്യാദാസ്, കോട്ടയത്ത് നിന്നും മിഥുൻ മുരളി, ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് എന്നിവർ ചേരുന്നുണ്ട്. എന്തായാലും മഴ ഇങ്ങനെ ശക്തമായി തന്നെ തുടരുകയാണ്. ഈ മണിക്കൂറിൽ നമുക്ക് അശ്വതി ആദ്യം റെഡ് അലേർട്ട് ആയിരുന്നു, അവിടെ നിന്ന് ഓറഞ്ച് അലേർട്ടായി, ഇപ്പോൾ യെല്ലോ അലേർട്ട് അല്ലേ എന്നുള്ളത് ഒരുപക്ഷെ പ്രേക്ഷകർ ചിന്തിച്ചേക്കും. പക്ഷെ അങ്ങനെയല്ല. കൃത്യമായി നമ്മൾ അതീവ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട സമയമാണ് എന്നുള്ളതാണ് അല്ലേ. കാരണം ഇന്നലെ മഴയ്ക്കൊരു ശമനമുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അല്പം ഒരു ആശങ്ക തീർച്ചയായും ഈ നദികളിലൊക്കെ ജലനിരപ്പ് ഉയരുകയാണ്. ഡാമുകളിലൊക്കെ റെഡ് അലേർട്ട് അടക്കം തീർച്ചയായും മൂഴിയാർ ഡാമിലൊക്കെ റെഡ് അലേർട്ട് ആണ്. എന്തായാലും നമുക്കിപ്പം ശാലിനി ചേരുന്നുണ്ട്. നമുക്ക് ശാലിനിയോട് തന്നെ ചോദിക്കാം അല്ലേ. ശാലിനി, എന്താണിപ്പോൾ പുതുക്കിയ കാലാവസ്ഥ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ? എങ്ങനെയാണ് മഴ സംസ്ഥാനത്ത് ഇന്ന് ഉടനീളം ശക്തമാകുമെന്നാണോ നമുക്ക് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അശ്വതി, രാഖി, അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് ഈ മണിക്കൂറിലും തുടരുന്നുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് മെമ്പർ സെക്രട്ടറിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നതും അത്തരത്തിൽ തന്നെയാണ്. സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. എല്ലാ ജില്ലയിലും ജാഗ്രത വേണം. കൂടുതൽ ജില്ലകൾക്ക് അലേർട്ടുകൾ മാറാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം ഏറ്റവും പുതുക്കിയ മഴ മുന്നറിയിപ്പുകൾ വരാനുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു പക്ഷേ കൂടുതൽ ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമാണ് നിലവിൽ കാണുന്നത്. എന്തായാലും നിലവിലെ ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ ഇടത്തരം അല്ലെങ്കിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ 7:45 വന്നതാണ് മഴ മുന്നറിയിപ്പ്. അതിൽ പറയുന്ന കാര്യങ്ങൾ. ഒപ്പം തന്നെ 40 കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുകയാണ്. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ പല അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. പ്രധാനമായും ഈ മൂഴിയാറൊക്കെയാണ്. പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അവിടെ 3rd സ്റ്റേജ് അലേർട്ടാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഇടുക്കിയിലെ 3 അണക്കെട്ടുകൾ കല്ലാർകുട്ടി, ഇരട്ടയാറ്, ലോവർ പെരിയാർ അണക്കെട്ടുകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. ഈ അണക്കെട്ടുകളുടെ സമീപത്ത് താമസിക്കുന്നവരും ഒപ്പം തന്നെ നദികളുടെ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. തൃശ്ശൂരിലെ പെരിങ്ങൽകുത്ത്, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി അണക്കെട്ടുകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. മുന്നറിയിപ്പുകൾ ഈ ജില്ലയിലും ബാധകമാണ് എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. സംസ്ഥാനത്തെ പല ജില്ലകളിലും പ്രത്യേകിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ ഒരു മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിൽ മുന്നറിയിപ്പുള്ള ജില്ലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുതിയ യോഗങ്ങൾ വിളിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്താൻ ഓരോ ജില്ലകളിലെയും ജില്ലാ കളക്ടർമാരുമായി മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിച്ചിരിക്കുകയാണ്. ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത്. രാവിലെ 10 മണിക്ക് യോഗം നടക്കും. പ്രധാനമായും ഓരോ ജില്ലയിലെയും നിലവിലെ സാഹചര്യം, എല്ലാ ജില്ലകളിലും അലേർട്ടുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മധ്യ കേരളത്തിലും ഒപ്പം തന്നെ വടക്കൻ കേരളത്തിലും അതിതീവ്ര മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, മഴക്കെടുതികൾ, ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ, പലയിടങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന പശ്ചാത്തലം. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു ഓൺലൈൻ യോഗം മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ളത്. എന്തായാലും ഓരോ ജില്ലയിലെയും അടിസ്ഥാന സാഹചര്യങ്ങൾ ഈ യോഗത്തിൽ വിലയിരുത്തും. അതിനുശേഷമായിരിക്കും ഏതൊക്കെ തരത്തിലുള്ള കരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ജാഗ്രതയോടെ ഇരിക്കണം എന്നുള്ളതാണ് പൊതുജനങ്ങൾക്കുള്ള മുന്നറിയിപ്പ്. എന്തായാലും വരുന്ന 2-3 ദിവസം കൂടി ഇതേ സാഹചര്യം, ഇതേ കാലാവസ്ഥ തുടരുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതേസമയം തന്നെ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പുകളുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ കടൽക്ഷോഭം അടക്കമുള്ളവ രൂക്ഷമാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകാനുള്ള വിലക്ക് നിലവിൽ തുടരുകയാണ്. തീരദേശങ്ങളിൽ താമസിക്കുന്നവർ കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരം, ഒപ്പം തന്നെ കടലിൽ ഇറങ്ങിയുള്ള ഒരു സാഹസത്തിനും തയ്യാറാകരുത് എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും ജാഗ്രത പുലർത്താൻ തന്നെയാണ് ഈ മണിക്കൂറിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പൊതുജനങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും മഴ കൂടുതൽ കനക്കുകയാണ്. 12 ജില്ലകൾക്കാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ മണിക്കൂറിൽ അലേർട്ടുകൾ നൽകിയിട്ടുള്ളത്. നിലവിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിട്ടുള്ളതെങ്കിൽ പോലും പല ജില്ലകളിലും ഈ അലേർട്ടുകൾ മാറാനുള്ള
സാഹചര്യമാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുന്നത്, പ്രവചിക്കുന്നത്. അശ്വതി രാഖി. എന്തായാലും സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ശാലിനി റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ജില്ലകൾ തിരിച്ചുള്ള കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ പത്തനംതിട്ടയുടേത്, ഒപ്പം തന്നെ കോട്ടയത്തിൻ്റെത്, ഇടുക്കിയുടേത് സാഹചര്യം വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മെനിഞ്ഞ ഈ വാർത്ത പറയുമ്പോഴും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഒരു ആശങ്ക, ഒരു ഒഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ നമ്മളും ഒന്ന് ആശ്വസിച്ചു അല്ലേ. പക്ഷെ അവിടെ നിന്ന് വീണ്ടും സ്ഥിതിഗതികൾ മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ വലിയ രീതിയിൽ വെള്ളപ്പൊക്കം രൂപപ്പെട്ടു. ഈ മീനച്ചിലാർ അടക്കം കരകവിഞ്ഞൊഴുകുകയാണ്, പമ്പ കരകവിഞ്ഞൊഴുകുകയാണ്. കോഴിക്കോട് നമ്മുടെ രമ്യയോട് ചോദിക്കാം അല്ലെ. രമ്യ ഉണ്ട്, രമ്യദാസ് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. രമ്യ, എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ ഒരു മഴ? നമ്മൾ രാവിലെ കണ്ടിരുന്നു അവിടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടൊക്കെ ആയിരുന്നു. യെല്ലോ അലേർട്ടാണ് എങ്കിൽ പോലും കൂടുതൽ കരുതലെടുക്കേണ്ട സമയമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുട്ടികൾക്ക് അവധി നൽകിയിട്ടുണ്ട്, സ്കൂളുകൾക്കൊക്കെ തന്നെ അവധിയാണ്. എന്താണ് അവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നൊരുക്കങ്ങൾ? അശ്വതി രാഗി, ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് നഗരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പറമ്പിൽ ബസാർ മേഖലകളിലാണ്. ഇവിടെ നിലവിൽ ഇപ്പോൾ വെള്ളക്കെട്ട് തുടരുന്ന സ്ഥിതി തന്നെയാണ്. കാരണം റോഡ് ഉൾപ്പെടെയാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പെയ്ത മലയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഈ മേഖല ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നിലവിൽ ഈ ഭാഗങ്ങളിലും റോഡുകൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന സ്ഥിതിയെല്ലാം ഉണ്ട്. വാഹനങ്ങൾ ഉൾപ്പെടെ പോകുന്ന മേഖലയാണ് നിലവിലിത്. നേതാജി സൗത്ത് റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടൊക്കെ വീടുകളൊക്കെ നിറയെ വീടുകളിലൊക്കെ ഏരിയയാണ്. അപ്പോൾ നിലവിൽ ഈ റോഡുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അതായത് ഈ കോഴിക്കോട് ജില്ല എടുത്ത് നോക്കുകയാണെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് തുടരുക തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത മഴ പെയ്തിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ചെറിയൊരു ശമനം മഴയ്ക്കുണ്ടായിരുന്നെങ്കിലും വൈകിട്ടോടുകൂടി ഈ മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ രാവിലെയും തന്നെ ഇടവിട്ട് ശക്തിയേറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോഴും മഴ തുടരുക തന്നെയാണ്. കാരണം കാലാവസ്ഥ നോക്കി പറയുകയാണ്, നമുക്ക് അന്തരീക്ഷം മേഘാവൃതമായ ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഈ മലയോര മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ കനത്ത മഴ പെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതിനാൽ തന്നെയാണ് ഈ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കക്കയം ഡാമിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വെള്ളത്തിൻ്റെ സംഭരണശേഷി ഏറ്റവും കൂടിയ നിലയിലാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതിനാൽ തന്നെ റെഡ് അലർട്ടാണ് ഇപ്പോൾ കക്കയം ഡാമിൽ ഉൾപ്പെടെ തുടരുന്നത്. അതായത് ഇന്നലെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ജലസംഭരണിയിൽ വലിയ രീതിയിലുള്ള വെള്ളം ഈ മലയോര മേഖല ഉൾപ്പെടെ മഴ പെയ്തതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു വെള്ളമാണ് ഈ ജലസംഭരണിയിലേക്ക് എത്തിയത്. തുടർന്ന് രാത്രിയോടുകൂടി തന്നെ 2 ഷട്ടറുകൾ ഉയർത്തിയിരുന്നു. ഇന്ന് പിന്നീടും അതായത് നിലവിൽ ഇപ്പോഴും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു നീരൊഴുക്ക് ഡാമിലേക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെയാണ് ഈ ഡാമുമായി ബന്ധപ്പെട്ടപ്പോൾ പൂനൂർ പുഴ ഉൾപ്പെടെയുള്ള പുഴകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ജലനിരപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയിലുണ്ടായിരുന്നു. നിലവിൽ ഈ കക്കയം ഡാം കൂടി തുറന്നതോടെ തൽസ്ഥിതി കൂടുതൽ രൂക്ഷമാകുകയാണ്. കാരണം താഴ്ന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വെള്ളം ഉയരുന്ന ഒരു സ്ഥിതിയുണ്ട്. വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. പല ആളുകളെയൊക്കെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നലെ ഉച്ചയോടുകൂടി മഴയ്ക്ക് ചെറിയ ശമനം ഉണ്ടായിരുന്നെങ്കിലും ഈ ദുരിതത്തിനും നാശനഷ്ടത്തിനും കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ യാതൊരു കുറവുമില്ല. നിലവിൽ 161 കുടുംബങ്ങളെയാണ് ഈ വീടുകൾ തളർന്നും അതുപോലെ തന്നെ വെള്ളക്കെട്ടും ഉൾപ്പെടെയുള്ള ഭീഷണിയെ തുടർന്നൊക്കെ 161 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. അതായത് 30 ദുരിതാശ്വാസ ക്യാമ്പുകൾ കോഴിക്കോട് ജില്ലയിൽ തുറന്നിട്ടുണ്ട്. ഈ കോഴിക്കോട് താലൂക്കിൽ 19, അതുപോലെ തന്നെ താമരശ്ശേരി 5, കൊയിലാണ്ടി താലൂക്കിൽ 4, വടകര താലൂക്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ്. അത് നിലവിൽ 490 പേരാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ കഴിയുന്നത്. ഈ കനത്ത മഴയും എല്ലാം തുടരുന്നതുകൊണ്ടാൽ തന്നെ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഇരുവഴിഞ്ഞിപ്പുഴ, അതുപോലെ തന്നെ ചെറുപുഴ തുടങ്ങിയ പുഴകളിലെല്ലാം തന്നെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. വളരെ വലിയ രീതിയിലാണ് ഈ പുഴകളിലെല്ലാം തന്നെ ജലനിരപ്പുള്ളത്. അതിനാൽ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് തുടരുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് നഗരം എടുത്ത് നോക്കുകയാണെങ്കിലും നഗരത്തിൽ മഴ പെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള റോഡിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട്, KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം, അതുപോലെ തന്നെ മാവൂർ റോഡ് തുടങ്ങിയ മേഖലകളെല്ലാം ഉണ്ടാകുന്നെങ്കിലും മഴ ഒന്ന് ശമിക്കുമ്പോൾ വെള്ളം ഇറങ്ങുന്നൊരു സ്ഥിതി വിശേഷമാണ് നഗരത്തിൽ ഉൾപ്പെടെ ഉള്ളത്. പക്ഷേ ഈ ഗ്രാമീണ മേഖലകളിലേക്കെല്ലാം പോകുമ്പോൾ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട്, കഴിഞ്ഞ ദിവസങ്ങൾ പെയ്ത കനത്ത മഴ, വെള്ളക്കെട്ടിൽ യാതൊരു കുറവും ഇതുവരെയായിട്ടും നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ റോഡിലാണ് നിരവധി വാഹനങ്ങൾ
പോകുന്ന റോഡാണ്. ഈ റോഡിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുള്ളതിൻ്റെ സമീപത്തെല്ലാം നിരവധി വീടുകളുണ്ട്, ഇട റോഡുകളുണ്ട്. പക്ഷേ ഇവിടെയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ട്. വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. മഴ ഇനിയും കനക്കുകയാണെങ്കിൽ ഇത് വീടുകളുടെ ഉള്ളിലേക്ക് വലിയ രീതിയിലേക്ക് കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. ഇപ്പോൾ വീട്ടിൻ്റെ സ്റ്റെപ്പിലും അതുപോലെ തന്നെ അത്തരം മുറ്റത്തൊക്കെ ആയിട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് വരുന്നത്. പക്ഷേ ഇത് വലിയ രീതിയിലേക്ക് പോകുകയാണെങ്കിൽ വീട്ടിനുള്ളിലേക്ക് കയറുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇവിടെ എല്ലാം മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കെല്ലാം മാറേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങൾ കാണാം അശ്വതി, വെള്ളക്കെട്ടാണ്, അതിലൂടെയാണ് വാഹനയാത്രക്കാരുടെ യാത്ര. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് മഴ സാഹചര്യം വിലയിരുത്താൻ ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. അതെ, തീർച്ചയായും ഓൺലൈനായിട്ടാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് യോഗം ചേരും. അതിനുശേഷം ഒരുപക്ഷെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത അത് ഉണ്ട്. മഴ സാഹചര്യം വിലയിരുത്താനുള്ള യോഗമാണ് ജില്ലാ കളക്ടർമാരുടെ യോഗം എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാനത്തെ സ്ഥിതി ആശങ്കാജനകം തന്നെയാണ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 12 ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് ഉണ്ട്. ഒപ്പം തന്നെ 12 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. എന്തായാലും നമുക്ക് ഇനി ഇടുക്കിയിലേക്ക് പോകാം അല്ലെ. ഇടുക്കിയിൽ ഇടവിട്ടുള്ള ശക്തമായ മഴയാണ്. പലയിടങ്ങളിലും മണ്ണിടിഞ്ഞിട്ടുമുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ വലിയ രീതിയിലുള്ള ആശങ്കാജനകമായ വിവരങ്ങളാണ് ഇടുക്കിയിൽ നിന്നും പുറത്തുവരുന്നത്. കാരണം ഇതിനു മുൻപ് ഇപ്പൊ 2 ദിവസം മുൻപ് പെയ്ത മഴയിൽ 2 ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് ഇടുക്കിയിൽ നിന്നും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇടുക്കിയിൽ എന്താണ് മഴ സാഹചര്യം? ഡാമുകൾ അടക്കം അവിടെയുണ്ട്. അപ്പൊ തന്നെ നിയന്ത്രണങ്ങളെ കുറിച്ച് കൂടി ചോദിക്കാം. അതെ, വിനോദസഞ്ചാരികളുടെ സുബിൻ, എന്താണ് ഇടുക്കിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ മഴ വിവരങ്ങൾ? ഡാമുകളിലടക്കം എന്തൊക്കെ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്? ഒപ്പം വിനോദസഞ്ചാരികൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഇടുക്കിയിലെ മഴ സാഹചര്യം? തീർച്ചയായും ഇടുക്കിയിലും അതിശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇടവിട്ട് ശക്തമായ മഴ ഇപ്പോഴും ജില്ലയുടെ പല പ്രദേശങ്ങളിലും പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച മഴ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ഞാനിപ്പോഴുള്ളത് ഇടുക്കി തങ്കമണിക്ക് സമീപം പാർക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ വീടുകളിൽ വെള്ളം കയറിയിരുന്നു. ഏകദേശം വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. ഈ വീടിന് സമീപത്ത് കൂടി ഒരു തോട് പോകുന്നുണ്ട്. ഈ തോട്ടിൽ നിന്ന് കരകവിഞ്ഞ വെള്ളം വീടിനുള്ളിലേക്ക് കയറുകയായിരുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ഉയർത്തി ഒരു ഡെസ്ക് വെച്ച ശേഷം മുകളിലേക്ക് ഉയർത്തി വച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിലും ഇവിടെ വെള്ളം കയറിയിരുന്നു. അതിനുശേഷം വെള്ളം ഇറങ്ങിയ ശേഷമാണ് ആളുകൾ വീട്ടിലുണ്ടായിരുന്ന ഇവിടേക്ക് തിരിച്ചത്. ഇന്നലെ അസാധാരണമായ മഴ ഉണ്ടാവുകയും വീണ്ടും വീടിനുള്ളിലേക്ക് വെള്ളം കയറുകയുമായിരുന്നു. നിലവിൽ എവിടെയുള്ള ആളുകളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ വീട്ടുടമയായിട്ടുള്ള വ്യക്തി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇപ്പം തുടർച്ചയായി ഈ വീട്ടിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്? ഇല്ല, നേരത്തെ ഇല്ലായിരുന്നു. 2018 ഒരു പ്രാവശ്യം വെള്ളം കയറിയിട്ടുണ്ട്. അതിനുശേഷം വെള്ളം കയറിയിട്ടില്ല. അശാസ്ത്രീയമായിട്ടൊരു ഡാമിന്റെ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട് തൊട്ട് വീടിന്റെ അടുത്ത്, ചെക്ക് ഡാം. അതിനുശേഷമാണ് വെള്ളം കയറുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും വെള്ളം കയറി. അത് ഭയങ്കരമായിട്ട് കയറി. ഇന്നലെ ഞങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം പോയായിരുന്നു. ഞങ്ങളുടെ ഈ ആസൂറ്റി എല്ലാം ഒഴുകിപ്പോയി ഇവിടുന്ന്. അതിന് ഇന്നലത്തെ മഴയ്ക്കാണ് ഇതുപോലെ വെള്ളം വീണ്ടും കയറി. ഇന്നലെ താമസം തുടങ്ങിയതായിരുന്നു. വീണ്ടും രാത്രി ആൾക്കാരെല്ലാം കൂടി പിള്ളേരെയൊക്കെ എടുത്ത് ഇവിടുന്ന് പോകുമായിരുന്നു. ഇന്നലെ എത്ര മണിയോടുകൂടിയാണ് വെള്ളം തൊട്ട് മഴ തുടങ്ങിയിട്ട് ഭയങ്കര പെയ്ത്തായിരുന്നു. അന്നേരം വെള്ളം ഇറച്ച് കയറി വീണ്ടും. ഇന്നലെ 9 മണിയൊക്കെ അപ്പം ഭയങ്കര വെള്ളം, അരയപ്പം വെള്ളമായിരുന്നു മുറ്റത്തെല്ലാം. അങ്ങനെ നാട്ടുകാരിലാണ് വന്ന് പിള്ളേരെയൊക്കെ എടുത്തുകൊണ്ട് അക്കരെ കയറ്റിയത്. അതാണ് സംഭവിച്ചുണ്ടായിരിക്കുന്നത്. അത്തരത്തിലാണ് ഇന്നലെ 7 മണിയോടുകൂടി ആരംഭിച്ച അതിശക്തമായ മഴ അത് അവസാനിക്കാതെ തുടരുകയാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ആ മഴയ്ക്കൊരു ശമനമുണ്ടായത്. ഇപ്പോൾ വീടിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും വീടിനുള്ളിൽ ഇപ്പോഴും വെള്ളം തളം കെട്ടി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഉടനെയെങ്ങും ഈ വീട്ടിലേക്ക് താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. മഴ തുടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലും വീണ്ടും ഇവിടെ നിന്നുള്ള ജലനിരപ്പ് ഉയരുകയും തോട്ടിൽ നിന്നുള്ള ജലനിരപ്പ് ഉയരുകയും ഇവിടേക്ക് വീണ്ടും വെള്ളം കയറാനുള്ള സാധ്യതയുമുണ്ട്. 5 വീടുകളിലാണ് വെള്ളം ഈ പ്രദേശത്ത് കയറിയിട്ടുള്ളത്. ഈ തോട്ടിനുള്ളിൽ അശാസ്ത്രീയമായ ഒരു നിർമ്മാണം നടന്നിട്ടുണ്ട്. ആ നിർമ്മാണത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങിയത് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ജില്ലയിൽ മഴ ശക്തമായി തന്നെ തുടരുന്നു. ഡാമുകളിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇടുക്കി ഡാമിൽ ഉൾപ്പെടെ നീരൊഴുക്ക്
ഇടുക്കി ഡാമിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം 2 ദിവസം കൊണ്ട് 16 അടിയോളം വെള്ളമാണ് ഇടുക്കി ഡാമിൽ മാത്രം. സുബിൻ, വിവരങ്ങൾ വ്യക്തമാണ്. ഇപ്പോൾ ഇടുക്കിയിലടക്കം മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഡാമുകളിലടക്കം സംഭരണ ശേഷിയോട് അടുക്കുന്നു ഈ ജലനിരപ്പ് എന്ന് പറയുന്നത്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്, മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നുണ്ട്. ജനങ്ങളെ എല്ലാം മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. എന്തായാലും ആശങ്കാജനകമായ മഴ വിവരങ്ങളാണ് ഇടുക്കി ജില്ലയിൽ നിന്നും ദൃശ്യങ്ങളിൽ കണ്ടല്ലോ ശ്രുതി. അതായത് ആ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ട് അവർ ഈ മേശയുടെ പുറത്തൊക്കെ സാധനങ്ങൾ വാരി വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ സംഭവമല്ല. എങ്കിൽ പോലും ഇതിങ്ങനെ തുടർച്ചയായിട്ടുണ്ടാകുമ്പോൾ അവർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ അല്ലെ അങ്ങോട്ടേക്കാണ് മാറുക എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ കട്ടപ്പന കുമളി സംസ്ഥാന പാതയിലടക്കം ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ള വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം രാത്രിയിലടക്കം പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് രാത്രി യാത്രയൊക്കെ പൂർണ്ണമായും ഒഴിവാക്കുക. ഒപ്പം തന്നെ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഉണ്ട്. പ്രത്യേകിച്ച് വളരെ പെട്ടെന്നാണ് മഴ ഇങ്ങനെ ഒരു തോരാ മഴയായി അങ്ങ് പെയ്യുന്നത്. കാരണം പ്രവചനാതീതമായൊരു മഴക്കാലം തന്നെയാണ്. ചിലപ്പോൾ അരമണിക്കൂറിലൊക്കെ താങ്ങാനാവുന്നതിലും അധികം മഴ അങ്ങ് പെയ്യുകയാണ്. കൂടുതൽ മഴ, തീവ്ര മഴയാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ നാം എല്ലാവരും ഒരുപോലെ സ്വീകരിക്കേണ്ടതാണ്. അധികൃതരുടെ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. ഒപ്പം നമ്മളും ജാഗരൂകരാകുക. കാരണം കോട്ടയത്തടക്കം വലിയ രീതിയിൽ മഴ പെയ്യുകയാണ്. വീടുകളിലൊക്കെ വെള്ളം കയറി കോട്ടയം മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുകയാണ്. ഈ കുമരകം ദേശീയപാതയിലടക്കം വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വീടുകളിലൊക്കെ വെള്ളം കയറി ജനങ്ങൾ ദുരിതത്തിലാണ് അവിടെ കഴിയുന്നത്. ഇനി തലസ്ഥാനവും കോട്ടയത്ത് തന്നെയാണ്. ഇപ്പോൾ അയ്മനത്ത് നിന്നും മിഥുൻ മുരളി ചേരുകയാണ്. നമുക്ക് മിഥുനിലേക്ക് പോകാമെന്ന് തോന്നുന്നു. മിഥുനെ, എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ മഴ വിവരങ്ങൾ? ആശങ്കാജനകമാണോ അതോ ആശ്വാസകരമാണോ? അവിടെ നിന്നും എന്ത് വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാം? ആശ്വാസകരമല്ല, മഴ തുടരുകയാണ്. ഇപ്പോൾ പരമാവധി ആളുകൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് അയ്മനം പഞ്ചായത്തിലാണ്. അയ്മനം പഞ്ചായത്തിൽ ഉൾപ്പെട്ട വിവിധ മേഖലകളിൽ വീടുകളിലേക്ക് വെള്ളം കയറി. വീടുകളിൽ നിന്ന് സാധന സാമഗ്രികളുമൊക്കെ ആയിട്ട് ആളുകൾ സുരക്ഷിത മേഖലകളിലേക്ക് പോവുകയാണ്. ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുമൊക്കെ അത്യാവശ്യ സാധനങ്ങളുമൊക്കെയായി രക്ഷപ്പെട്ടു പോകുന്ന ആളുകളെയാണ് കാണുന്നത്. സ്വമേധയാ അവർ ആ വീട് വിട്ട് പോവുകയാണ്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഈ വെള്ളത്തിലൂടെ, കഴുത്തറ്റം വെള്ളമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. നദി മീനച്ചിലാർ കരകവിഞ്ഞിട്ടുണ്ട്. ഈ പാടശേഖരങ്ങളിൽ നിന്നും കുളങ്ങളിൽ നിന്നുമൊക്കെയുള്ള വെള്ളം വ്യാപകമായി വീടുകളിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ മറ്റു ഭാഗങ്ങളിൽ സുരക്ഷിത മേഖലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെയാണ് കാണുന്നത്. എന്താണ് അവസ്ഥ? മൊത്തം വെള്ളം കയറി മുങ്ങി കിടക്കുക. എങ്ങോട്ട് പോവാണ്? ഞങ്ങൾ ബന്ധുക്ക് വീട്ടിലോട്ട് പോവാ. സാധനമൊക്കെ ആയിട്ട് എടുത്തോണ്ട് പോവാണ്. കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ നീന്തി വരുന്നുണ്ട്. വീടുകളിൽ മുഴുവൻ വെള്ളം കയറി മൊത്തം വെള്ളം കയറി കിടക്കുക. വളരെ മോശം അവസ്ഥയാണ്. ഈ വെള്ളം ഇരിക്കുമ്പോൾ ഉള്ള വീടൊക്കെ പോകുന്ന ലക്ഷണം. ഭയങ്കര വെള്ളം, മൊത്തം വെള്ളമായി കിടക്കുക. വീണാൽ മൊത്തം വെള്ളം. കൃഷിയില്ലെങ്കിലേ എപ്പോഴും വെള്ളം ഇവിടെ. എന്താണ് വെള്ളത്തിൽ മുങ്ങി കഴുത്തറ്റം വെള്ളം രക്ഷപ്പെട്ടു നാട് വിടുവാ പോണേ വീട്ടിലോട്ട്? സാധനവും ഒക്കെ എടുത്തോ? അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തോ? എടുത്തിട്ടുണ്ട്. വേഗം പോകാന്നുള്ളതാണ്. ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ വെള്ളം കൂടിയെങ്കിലോ ഇവിടെ ഇത് ഒത്തിരി സമയം ആയില്ല. ഇങ്ങനെ ഇത്രയും വെള്ളമായിട്ട് പെട്ടെന്നായിരുന്നു. ഇന്നലെ ഒരു 12:30 ആയപ്പോൾ ഞങ്ങളുടെ മുറ്റത്തൊക്കെ വെള്ളമായി. പിന്നെ വെളുപ്പിന് ഒരു 4 മണിയോട് കൂടി ഞങ്ങളുടെ നടക്കും തിണ്ണലും ഒക്കെ കയറാനൊക്കെ തുടങ്ങി. പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ഈ 1 മണിക്കൂർ അല്ലെങ്കിൽ 2, 3, 4 മണിക്കൂറിനുള്ളിൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ആവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതേ. മഴ എങ്ങനെയുണ്ടായിരുന്നു? രാത്രിയിലൊക്കെ നിർത്താതെ മഴയുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടൊക്കെ നല്ല മഴയായിരുന്നു. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യമുള്ളൂ, ബാക്കിയെല്ലാം വെള്ളത്തിലാണ്. മാർഗ്ഗമില്ല, അതാണ്. ഒരുപാട് കേടുപാട് പറ്റിയിട്ടുണ്ട്. ഈ വീട്ടിൽ പോയിരിക്കുമല്ലേ, വീട് മൊത്തം വെള്ളത്തിലല്ലേ. ചിലപ്പോൾ താഴെ പോകും വീട്, അതുപോലെയാ. കുട്ടികളടക്കമുള്ള ആളുകൾ ഇപ്പോൾ രക്ഷപ്പെട്ട് എത്രയും വേഗം സുരക്ഷിത സ്ഥലത്തേക്ക് പോകണം എന്നുള്ളതാണ്. സുരക്ഷിത സ്ഥലത്തേക്ക് എത്രയും വേഗം പോകുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ മുന്നിലുള്ള മാർഗ്ഗം. അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്തു. ഫ്രിഡ്ജും ഗൃഹോപകരണങ്ങളും അടക്കം ഇപ്പോൾ നശിച്ചിട്ടുണ്ട് എന്ന് ആ വീട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെ കുട്ടികളെയുമായി സുരക്ഷിത സ്ഥാനത്തേക്ക് പോകുന്ന അല്ല, അത് ചെളി കലർന്ന വെള്ളമാണ്. അതുകൊണ്ട് നമ്മൾ ജാഗരൂകരാകാനുള്ള അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതിന് സമയം കിട്ടുവാണെങ്കിൽ ആ കുടുംബത്തെ ഒന്ന് അറിയിക്കണം. ഇത്തരത്തിൽ ഈ വെള്ളത്തിൽ കൂടി കുഞ്ഞുങ്ങളെ ഇങ്ങനെ വസ്ത്രമില്ലാതെ കൊണ്ടുപോകുന്ന അത്ര സുരക്ഷിതമല്ല. ഓക്കെ, ഒന്ന് സൂചിപ്പിച്ചേക്കും മിഥുൻ. മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കാം. അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ശ്രീ, കഴുത്തോളമാണ്, കഴുത്തോളം വെള്ളമാണ്. മിഥുൻ ഒന്ന് വളരെ സുരക്ഷിതനായി സഞ്ചരിക്കുക. തുടരാം മിഥുൻ.
അശ്വതി രാഗി, ഈ വിധമാണ് അവസ്ഥ. എത്രയും വേഗം ഇവിടെ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആളുകളുടെ ലക്ഷ്യം. പടിഞ്ഞാറൻ മേഖലയിൽ ഐമനം, ആർപ്പൂക്കര, കുമരകം, ഇല്ലിക്കൽ, താഴത്തങ്ങാടി, മണർകാട്, വിജയപുരം, തിരുവാർപ്പ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇതാണ് അവസ്ഥ. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ വീടുകളിലേക്ക് വെള്ളം രാത്രി സമയത്ത് ഇരച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ്. മുൻകരുതൽ എടുക്കാൻ പറ്റിയില്ല, അപ്രതീക്ഷിതമായിട്ടാണ് വെള്ളം ഇരച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ പരമാവധി സാധന സാമഗ്രികളുമായി രാവിലെ ഇവിടെ നിന്ന് വിട്ടു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവരുടെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ മുന്നിലുള്ള കാര്യം എന്ന് പറയുന്നത്. മഴ ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ രാവിലെ 7 മണിക്ക് ശേഷമുള്ള സമയത്ത് നല്ല കനത്ത മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്പസമയമായിട്ട് ഈ ഐമനം ഭാഗത്ത് മഴ തോർന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ കിഴക്കൻ മേഖലയിൽ ഈരാറ്റുപേട്ട, പാല ഉൾപ്പെടുന്ന മേഖലകളിൽ ഇന്നലെ കഴിഞ്ഞ 2 ദിവസമായി മഴ കുറഞ്ഞെങ്കിലും ഇന്ന് വെളുപ്പിനെയുള്ള സമയത്ത് അവിടെ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമായി നിലനിൽക്കുന്നുണ്ട്. കുമരകം വൈക്കം റോഡ് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്, ഗതാഗതം നിലച്ചിരിക്കുകയാണ്. ആ ഭാഗങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഉയരുകയാണ്. ഇല്ലിക്കൽ ഭാഗത്ത് വീടുകൾ മുഴുവൻ വെള്ളത്തിലാണ്, റോഡും വെള്ളത്തിലാണ്. അവിടെ ജലനിരപ്പ്, മീനച്ചിലാറിൻ്റെയും മറ്റും ജലനിരപ്പ് ഓരോ മണിക്കൂറുകളിലും ഉയരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കിഴക്കൻ മേഖലയിലെ വെള്ളം താഴ്ന്നപ്പോൾ, അവിടെ മഴ കുറഞ്ഞപ്പോൾ അവിടെ നിന്നുള്ള കിഴക്കൻ വെള്ളം ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തി എന്നുള്ളതാണ് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഇത്രയും ദുരിതപ്പെയ്ത്ത് ഉണ്ടാകാനുള്ളൊരു കാരണമായിട്ട് വിലയിരുത്തപ്പെടുന്നത്. ഇനിയിപ്പോൾ മഴ തുടരുന്ന സാഹചര്യമാണെങ്കിൽ ഈ കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലെ പല സ്ഥലങ്ങളിലും ഐമനം, ആർപ്പൂക്കര, നേരത്തെ സൂചിപ്പിച്ച പല പടിഞ്ഞാറൻ മേഖലയിലെ ഗ്രാമങ്ങളിലും വെള്ളം ഉയരുന്നതിനും ജലനിരപ്പ് നദികളിൽ ഉയരുന്നതിനുമൊക്കെ കാരണമാകും. ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. അതിന് അങ്ങനെ ഒരു ഇടവരുത്താതിരിക്കണമെങ്കിൽ മഴ ഇനിയുള്ള മണിക്കൂറുകളിൽ ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ്. 100-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ കോട്ടയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഏത് സമയത്തും അടിയന്തര സാഹചര്യങ്ങളിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്ന കാര്യം. കോട്ടയം താലൂക്കിലാണ്, ഈ പടിഞ്ഞാറൻ മേഖലയിലെ ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന കോട്ടയം താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 50-ന് മുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ കോട്ടയം താലൂക്കിൽ മാത്രമുണ്ട്. മറ്റു മേഖലകളിലും കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലും മഴ മാറി നിൽക്കുന്നില്ല. പക്ഷേ അവിടെ ഈ വെള്ളക്കെട്ടും വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത്ര ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് രാവിലെ കിട്ടുന്ന വിവരപ്രകാരം പാലായിൽ മഴയുണ്ട്, ഈരാറ്റുപേട്ടയിൽ മഴയുണ്ട്, പൂഞ്ഞാറിൽ മഴയുണ്ട്. പൂഞ്ഞാർ, ഈരാറ്റുപേട്ട മേഖലകളിലാണ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി വ്യാപക നാശനഷ്ടം സംഭവിച്ച മേഖലകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ തുടരുന്ന മഴ ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മീനച്ചിലാറാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ശക്തമായ ഒഴുക്കുണ്ട്, ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറിയത് മീനച്ചിലാറിൽ നിന്നാണ്. താഴത്തങ്ങാടി, ഇല്ലിക്കൽ ഭാഗത്തൊക്കെ വെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറിയത് ഈ മീനച്ചിലാറ് കരകവിഞ്ഞാണ്. നട്ടാശ്ശേരി ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട്. പലയിടങ്ങളിലും ആളുകൾ ഇപ്പോൾ സ്വമേധയാ ഒഴിഞ്ഞു പോകുന്ന, നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കണ്ട ആ ഒരു സാഹചര്യം തന്നെയാണ് കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് പങ്കുവെക്കാനുള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം അവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോഴേ ഇത് റോഡാണോ പുഴയാണോ അതല്ല നെൽപ്പാടങ്ങളാണോ ഒന്നും മനസ്സിലാകുന്നില്ല. ആ രീതിയിൽ വെള്ളം ഉയർന്നിരിക്കുകയാണ്. അവിടെ ഈ ജനങ്ങൾ സ്വമേധയാ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കുട്ടികളൊക്കെ ഉണ്ട്. ഒരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടുക പോലും അസാധ്യം. അത്തരത്തിൽ വെള്ളം കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് അവിടെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു സംവിധാനം ഒന്നും ഉണ്ടായിട്ടില്ലേ? അശ്വതി രാഗി, പരമാവധി 100-ന് മുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ട് 8 മണി വരെയുള്ള കണക്ക് പ്രകാരം 70 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ഏത് അടിയന്തര സാഹചര്യത്തിലും പുതിയ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ സജ്ജമാണ്, ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ സജ്ജമാണ്. ഏത് സുരക്ഷിതമായ മേഖലകളും സ്കൂളുകൾ, ക്ലബ്ബുകൾ അടക്കമുള്ള സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് ഏത് സമയത്തും മാറ്റുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. എന്തായാലും സുരക്ഷാ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പലയിടത്തും വന്ന് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നൽകുന്നുണ്ട്. പക്ഷേ ഈ അപ്രതീക്ഷിതമായിട്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. വെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറിയത് അപ്രതീക്ഷിതമായിരുന്നു എന്നുള്ളതാണ്. പെട്ടെന്നുള്ള നിർത്താതെയുള്ള മഴയാണ്, മണിക്കൂറിൽ കൂടുതൽ അളവിൽ മഴ ലഭിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ വെള്ളം അമിതമായിട്ട് വീടുകളിലേക്ക് ഇരച്ചു കയറാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ പകലൊക്കെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഇല്ല, വെള്ളം അങ്ങനെ വീടുകളിലേക്ക് കയറുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് പോവുകയില്ല എന്നുള്ളതായിരുന്നു ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് മുൻകരുതലും സ്വീകരിക്കാൻ പറ്റിയില്ല. പക്ഷേ പെട്ടെന്നായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി അതിശക്തമായിട്ട് മീനച്ചിലാർ കരകവിഞ്ഞ് പലയിടങ്ങളിലും വെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറിയത്. കുമരകം, ഇല്ലിക്കൽ, താഴത്തങ്ങാടി ഭാഗത്തൊക്കെ ഇതാണ് സംഭവിച്ചത്. ഇന്നലെ രാത്രി 2 മണിയോട് കൂടി അപ്രതീക്ഷിതമായി വെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. വാഹനങ്ങൾ പലയിടത്തും കുടുങ്ങിക്കിടക്കുകയാണ്. തങ്ങൾ ജീവിതവുമായി പുറത്തേക്ക് പോയപ്പോൾ വാഹനങ്ങൾ വീടുകളിലും വീടിൻ്റെ പരിസരത്തുമൊക്കെ കുടുങ്ങിപ്പോയി എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. അപ്രതീക്ഷിതമായി വെള്ളം ഇരച്ചു കയറി എന്നുള്ളതാണ് സ്ഥിതി ഇത്രയും ഗുരുതരമാക്കുന്നതിൽ അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വരുത്തി വെച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 2018-ലെ പ്രളയമൊക്കെ ഓർത്ത് ആളുകൾ ഈ രാവിലെ
രാവിലെ പുലർക്കാലത്തുള്ള സമയത്ത് പരമാവധി ഇവിടെ നിന്ന് വിട്ടു നിൽക്കാനുള്ള സ്വമേധയാ പ്രേരണ അവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഇവിടുത്തെ ആളുകളും നാട്ടുകാരുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കല്ല ബന്ധുവീടുകളിലേക്കൊക്കെ പോവുക എന്നുള്ള ഒരു മാർഗം ഇനി തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത അവർക്കും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പോൾ കിഴക്കൻ മേഖലയിൽ ഗ്രാമങ്ങളിൽ ഭൂരിഭാഗവും വെള്ളത്തിലടിയിലായി എന്നുള്ളത് ആർപ്പുക്കരയുടെ പ്രദേശങ്ങളാണെങ്കിലും ആ ഗ്രാമപ്രദേശമാണ്. കരിപ്പ ഉൾപ്പെടെയുള്ള മണിയാപറമ്പ്, കരിപ്പൂത്തെട്ട് ഉൾപ്പെടെയുള്ള ആർപ്പുക്കരയുടെ പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ പൂർണ്ണമായും വെള്ളത്തിലാണ്. ആ ഭാഗങ്ങളിൽ നിന്നും ഈ പറഞ്ഞ പോലെ സമാനമായി തന്നെ ആളുകൾ സ്വമേധയാ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ രാവിലെയുള്ള സമയത്ത് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് എന്തായാലും മഴ ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ മഴ മാറി നിൽക്കുകയാണ്. ഇനിയുള്ള മണിക്കൂറുകളിൽ എന്താണ് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടോ? എന്താണ് അവസ്ഥ? അവസ്ഥ വളരെ ഗുരുതരമാണ്. ഇപ്പോൾ കണ്ടില്ലേ, അങ്ങോട്ടൊക്കെ ഒരുപാട് കുടുംബങ്ങളുള്ള അവർക്കൊക്കെ വലിയ ദുരിതമാണ്. വെള്ളം പാലായിലെ വെള്ളം ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനിയും വെള്ളം വരും. കിഴക്കൻ മേഖലകളിൽ നിന്ന് വെള്ളം വരുമ്പോൾ കൂടുന്നാണ് പൊതുവെ പറയുന്നത്. ഇവിടുന്ന് കയറി ഇറങ്ങി കായലിലോട്ട് പോവുക. ആ വെള്ളം മുഴുവൻ ഇവിടെ വരാൻ കിടക്കുക. അവരുടെയൊക്കെ വീട് അങ്ങോട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന അവിടെയൊക്കെ ഒരു നമ്മുടെ കഴുത്തിനറ്റം വെള്ളമുണ്ട്. അവിടേക്ക് ആളുകൾ പോയോ? ഇല്ല, അവരൊക്കെ ആ വീട്ടുകാരൊക്കെ ഇപ്പോൾ ഈ ഓരോന്നും എടുത്ത് വെക്കാനായിട്ട് കട്ടയൊക്കെ ആയിട്ട് പോകുന്നത്. അവരൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് പോകാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. മുഴുവൻ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടൊരു 30ഓളം കുടുംബമുണ്ട്. അവരെ എല്ലാം വെള്ളത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ പോയിക്കൊണ്ടിരിക്കുക. സമയത്ത് അങ്ങ് പോവാ. ഇവിടെ ഏത് സമയത്താണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്? ഇങ്ങനെ വെള്ളം ഇരച്ചു കയറി ഇന്നലെ രാവിലെ വരെ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ തുളുമ്പുന്നുള്ളായിരുന്നു. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുള്ളൊരു തോന്നലില്ല. ഇല്ല. പക്ഷെ പെട്ടെന്നായിരുന്നു. ഇന്നലെ വൈകിട്ടായപ്പോഴാണ് ഒരുമാതിരിപ്പെട്ട വീടുകളിലെല്ലാം ഉറങ്ങിക്കിടന്നിടത്താണ് കയറി വന്നിരിക്കുന്നത്. അതുകൊണ്ട് മുൻകരുതൽ എടുക്കാൻ പറ്റിയില്ല. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ആളുകൾ ഇവിടുന്ന് പോവുകയും അവിടെയൊക്കെ നോക്കിയാൽ കാണാം അവരൊക്കെ ബാഗൊക്കെ ആയിട്ട് പോവുക. ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം അത് തന്നെയാണ്. ഈ നമ്മളിപ്പോ സംസാരിച്ച പ്രതികരണം തേടിയ ആളുകളെല്ലാം പറയുന്നത് നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. മഴക്കെടുതി രൂക്ഷമാണ്. നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ എത്രത്തോളം ഭയാനകമാണല്ലേ അശ്വതി? അതായത് കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർക്കൊരു മാറി ഉടുക്കാനുള്ള ഒരു വസ്ത്രം പോലും ഇല്ലാതെ വീടുകളിൽ നിന്ന് പലായനം ചെയ്യുന്ന കുടുംബങ്ങൾ, അതാണ് നമ്മൾ കണ്ടത്. മിഥുൻ മുരളിയാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഒപ്പം തന്നെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി പത്തനംതിട്ടയിലേക്കാണ് പോകേണ്ടത്. ആറന്മുളയിലെ സാഹചര്യം എന്താണ്? നമ്മൾ കണ്ടതാണ് അതിഭയാനകമായ ദൃശ്യങ്ങളായിരുന്നു അത്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വെള്ളത്തിന്റെ ആ ഒഴുക്ക് നമ്മളെ വളരെയധികം പേടിപ്പിച്ചതാണ്. എന്തായാലും നമുക്ക് ഇന്ന് എന്താണ് സാഹചര്യം എന്നുള്ളത് നമുക്ക് നോക്കാം. ഗോകുൽ രമേശുണ്ട്. ഗോകുൽ, ഇന്ന് എന്താണ് സാഹചര്യം? കഴിഞ്ഞ ദിവസം മഴയൊന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് എത്രത്തോളമാണ് അവിടെ മഴ? ഒപ്പം തന്നെ അവിടുത്തെ ആറന്മുളയിലെ സാഹചര്യം അതാണ് നമുക്ക് അറിയേണ്ടത്. രാഖി, അശ്വതി, ആറന്മുളയിലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മുമ്പ് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറന്മുള ചെങ്ങന്നൂർ പാതയിലാണ്. പ്രധാനമായിട്ടുള്ള ഒരു പാതയാണ്. ആ പാതയിൽ എനിക്കിപ്പോൾ മുട്ടറ്റം വെള്ളം ഉണ്ട്. അങ്ങോട്ട് പോകും തോറും വെള്ളത്തിന് ആഴം കൂടുതലാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അപ്പുറ ഭാഗത്ത് ചെങ്ങന്നൂരിലേക്കുള്ള ഭാഗമാണത്. ഒപ്പം ആറന്മുളയുടെ സത്രക്കടവ് അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ജനവാസ മേഖലയാണ് അപ്പുറത്തുള്ളത്. അവിടെ നിന്നും പരമാവധി ആളുകളെ ഈ രീതിയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഡിങ്കി ബോട്ടുകളിലൊക്കെ തന്നെയാണ് ഫയർഫോഴ്സും മറ്റ് സുരക്ഷാ സേനകളും ഒക്കെ ചേർന്നുകൊണ്ട് ആളുകളെ ഇങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി ആളുകളെ ഇപ്പോൾ തന്നെ ഒഴിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതർ നൽകിയിരിക്കുന്ന വിശദീകരണം. എന്തായാലും ഈ ഇടവഴികളടക്കമുള്ള വഴികളിൽ കൂടിയൊക്കെ തന്നെ ബോട്ട് കൊണ്ടുപോയി പരമാവധി ആൾക്കാരെ അവിടെ നിന്നൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയൊക്കെ ഈ രീതിയിലേക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിരവധി വീടുകൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ആ വീടിനുള്ളിലേക്കൊക്കെ വെള്ളം കയറി പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകും തോറും ചെങ്ങന്നൂർ ഭാഗത്തേക്ക് പോകും തോറും കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ആറന്മുളയിൽ മിനിഞ്ഞാന്ന്, അതായത് തലേദിവസം അതായത് മിനിഞ്ഞാന്ന് മുതൽ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. ഇന്നലെ മഴയൊന്നും മാറി നിന്നെങ്കിലും വെള്ളക്കെട്ട് ഇറങ്ങുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി പെയ്തിട്ടുള്ള ആ ഒരു മഴ വീണ്ടും പ്രതീക്ഷകളൊക്കെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും ശബരിമല വനമേഖലയിലടക്കം കനത്ത മഴ ഇന്നലെ രാത്രി പെയ്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളം എന്തായാലും ഇനി ആറന്മുളയിലേക്ക് എത്താനായിട്ട് പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയോടുകൂടിയൊക്കെ തന്നെ കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ നിരപ്പ് ഉയരുമെന്നുള്ളൊരു കാര്യമാണ് സംശയിക്കുന്നത്. എന്തായാലും ഈ ഒരു സമയത്തിനുള്ളിൽ കൂടുതൽ ആളുകളെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ സുരക്ഷാ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചു തന്നെ കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി അപ്പർ കുട്ടനാടൻ ഭാഗങ്ങളിലേക്ക് കൂടി ഈ വെള്ളം എത്തിച്ചേരും. അതായത് തിരുവല്ല, ചെങ്ങന്നൂർ ഭാഗങ്ങളിലേക്ക് കൂടി ഈ വെള്ളം ഒഴുകി എത്തേണ്ടതായിട്ടുണ്ട്. ആ ഭാഗങ്ങളിലും നേരത്തെ ഒരു ആശങ്കയ്ക്ക് ഇടവരുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ദുരിതാശ്വാസ
ക്യാമ്പുകൾ എല്ലാ താലൂക്കുകളിലും പ്രവർത്തിക്കുന്നുണ്ട്. 1000-ലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ആറന്മുളയിൽ നിന്ന് വന്ന മറ്റൊരു വാർത്ത, അതായത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ക്യാമ്പുകളിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ ആറന്മുളയിലുള്ള ഒരു ക്യാമ്പിൽ ഇവരെ മാറ്റിയിരിക്കിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭക്ഷണം പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ പറയുന്നത്. ഒരൊറ്റ മുറിയിലാണ് 26 പേർ താമസിക്കുന്നത്. വെള്ളം മാത്രമാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു പരാതിയും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്നാലും MLA-യുടെ ശ്രദ്ധയിലടക്കം അത് പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് MLA അറിയിച്ചത്. പക്ഷേ ഇതുവരെയും എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള ചില ദുരിതങ്ങൾ കൂടി അനുഭവിക്കുന്നുണ്ട്. ഒപ്പം മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആറന്മുളയിൽ മഴ ശക്തം. മൂഴിയാർ ഡാം ഉടൻ തുറക്കും. പമ്പയിൽ ജലനിരപ്പ് ഉയരുകയാണ് എന്നുള്ളതാണ് ഗോകുലമേഷ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.